ഹായ് ഗായ്സ്, ഇൻട്രോയിൽ എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. കുറേ മുന്നേ നമ്മൾ എഗ് വൈറ്റ് കോഫി ടിഷ്യൂ മാസ്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതേപോലത്തെ തന്നെ വേറൊരു രീതിയിലാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു സംഭവം കംപ്ലീറ്റ്ലി വീഗൻ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളതാണ്. വീഗൻ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് കഴിക്കാത്തവരുണ്ടാകും. അപ്പോൾ വീഗനും കൂടി ആകുന്ന സമയത്ത് ഈ എഗ് വൈറ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതോടും താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എഗ് വൈറ്റിന് പകരമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡാണ്. അതുകൊണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ട്രൂ എലമെൻസിൻ്റെ ഫ്ലാക്സ് സീഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമുക്ക് ജെല്ലായിട്ട് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. അപ്പോൾ അത് ജെൽ കൺസിസ്റ്റൻസിയിലോട്ട് അത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ചൂടാറുന്ന മുൻപേ തന്നെ നമ്മളിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. കാരണം ഇത് ഇരിക്കും തോറും നല്ല കട്ടിയായി വരുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ അരിപ്പയിലൂടെ അത് പോവില്ല. അപ്പോൾ തുണി വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ചൂടാറുന്ന മുൻപേ തന്നെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഫ്ലാക്സ് സീഡ് അതിൽ ജെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് തണുത്ത ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്കിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ജെല്ല് തണുത്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ പൗഡറാണ്, വേഡീസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മൾ കോഫി ടിഷ്യൂ മാസ്ക് ചെയ്തപ്പോഴത്തേക്കും കോഫി പൗഡറായിരുന്നു. ഇതിന് ഞാൻ ബീട്രൂട്ട് പൗഡറാണ്. എഗ് വൈറ്റിൽ മിക്സ് ചെയ്യുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് ക്ലെൻസ് ചെയ്ത സ്കിന്നിലോട്ടോ ഫേസിലോട്ടോ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ് ജെല്ല് കുറച്ചെടുത്തിട്ട് ഫേസിൽ എല്ലായിടത്തും ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എക്സാക്ട്ലി സെയിം ലൈക്ക് നമ്മൾ ബിഫോർ നമ്മൾ എഗ് വൈറ്റ് കോഫി ടിഷ്യൂ മാസ്ക് ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടിഷ്യൂ കംപ്ലീറ്റ്ലി ഫേസിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെൽ ആൻഡ് ബീട്രൂട്ട് പൗഡർ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഫുൾ ഫേസിൽ ടിഷ്യൂടെ പുറത്തായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കോലത്തിലേക്ക് എത്തിട്ടോ. കാണുമ്പോൾ ശരിക്കും നമുക്ക് പേടിയും ആവും അറപ്പും ആവും കേട്ടോ. പക്ഷേ ഇനി നമ്മളിത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം, എന്നാലേ നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കുറച്ചധികം സമയം വെച്ച ശേഷം അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, ഇനിയും ഡ്രൈ ആകാനുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്ര സമയമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഒന്നുകൂടെ വെക്കുമായിരുന്നെങ്കിൽ നല്ല പോലെ അത് ഡ്രൈ ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ടപ്പോൾ തന്നെ ജസ്റ്റ് പീലായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എഗ് വൈറ്റ് കോഫി ടിഷ്യൂ മാസ്ക് ട്രൈ ചെയ്തപ്പോഴത്തേക്കും പീൽ ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി പെയിൻഫുൾ ആയിരുന്നു ഹെയർ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇത് അത്ര പെയിൻഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലിപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പീൽ ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു റെഡ് കളറൊക്കെ ലിപ്പിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പീൽ ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ട്. ഞാൻ ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താണ്, വാഷ് ചെയ്തിട്ടില്ല. എഗ് വൈറ്റ് അല്ലല്ലോ നമ്മളുടെ ഫ്ലാക്സ് സീഡ് ജെല്ല്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.